അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 23 എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ് കളക്ഷൻ ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ ഉടുപ്പൊക്കെ ബാക്കി തയ്ച്ചുകൊണ്ട് എൻ്റെ അമ്മ വരുന്നുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ എല്ലാ ഡ്രസ്സും തയ്ച്ചു തീർന്നിട്ടുള്ളൂ. ഇനി ഒരു സാരി ബ്ലൗസും ഒരു ചുരിദാറും കൂടി തയ്ക്കാനുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഷഹാന ഗിഫ്റ്റ് ചെയ്ത മെറ്റീരിയലാണ്, എല്ലാം തയ്ച്ചേക്കുന്നത് അമ്മയാണ്. അപ്പോൾ ഓരോ ആൾക്കാരന്ന് ഓരോ ബർത്ത്ഡേ ഗിഫ്റ്റിന് ഓരോ വെറൈറ്റി ലുക്ക് ട്രൈ ചെയ്യാനാണ് ഓർത്തേക്കുന്നത്. അപ്പോൾ ഹെയർ സ്റ്റൈൽ എനിക്ക് അത്ര അങ്ങോട്ട് പോരാത്ത ഒരാളായതുകൊണ്ട് ഹെയർ സ്റ്റൈൽ മാക്സിമം വെറൈറ്റി പിടിക്കാൻ ശ്രമിക്കാം. ലുക്ക് പല പലതാണെങ്കിലും അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഈ ഒറ്റ ആദ്യം തന്നെ പറയണം, 100 രൂപ പോലും നമുക്ക് വേണ്ട. 85 റുപ്പീസ് ഉണ്ടെങ്കിൽ പെർ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കിറ്റിൽ 8 പ്രൊഡക്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സും യൂസും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനുള്ള ലുക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ. കാരണം അത്രയും പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ആദ്യം ഞാൻ പ്രൈമർ എടുക്കുന്നത് എപ്പോഴും പറയാറുള്ള പോസ് മിനിമൈസ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിലേക്ക് മേക്കപ്പ് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാണ്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വലിയ കാര്യത്തിൽ ആദ്യം മാല എടുത്തിട്ടോ കഴുത്തിൽ ചെയ്യണമെന്ന് പിന്നെ ഓർത്ത്. ഇത് ആക്ച്വലി അമ്മ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ മാലയാണ്. പിന്നെ ചമ്മലായിട്ട് ആൾ ഇതിട്ടില്ലായിരുന്നു. ഓക്കെ വൈദ്യുതി അടുത്ത നമ്മൾ ലിപ്സ്റ്റിക് എടുത്ത് ശരിക്കും നമ്മുടെ സ്പൈസി റെസ്റ്റിന്റെ ഷെയ്ഡ് തന്നെ വരുന്നത്. അത് ലിക്വിഡാണ്, ഇത് ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ കുറച്ചും കൂടി ക്രീമിയാണ്, നറിഷിംഗ് ആണ്. പിന്നെ BB ക്രീം ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന പോലെ പോലും അല്ല, അത്രയും പോലും ഇത് അറിയില്ല. നമ്മുടെ സ്കിന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നോളൂ. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ പെർ പ്രൊഡക്റ്റിന് 85 രൂപ വെച്ചേ ഉള്ളൂ. നമ്മൾ ഇൻഡിവിജ്വലി വാങ്ങാൻ പോയപ്പോൾ ഇതിനേലും കൂടുതൽ പൈസ വരും. അതിനുശേഷം മസ്കാര ഇട്ടു. പിന്നെ കാജൽ എപ്പോഴും ഞാൻ തുമ്പത്തി ഇങ്ങനെ വാല് പോലെ ഉണ്ടോ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അതിനുശേഷം ബ്ലഷും കൂടി ഇട്ടു. അപ്പോൾ ഈ ലുക്കിന് ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നല്ലൊരു മെറ്റീരിയൽ എന്നതിന് ഷഹാനയ്ക്ക് നന്നായിട്ട് തയ്ച്ചതിന് അമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. നെക്സ്റ്റ് ലുക്കിൽ ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് ഒരു ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിറ്റിൽ ഐലൈനർ വരുന്നില്ല, അപ്പോൾ അത് മാത്രം ഞാൻ എൻ്റെ ഇവിടെ സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ആക്ച്വലി ഡ്രസ്സ് ആരാ ഗിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ, പേര് വെളുപ്പെടുത്തിയിട്ടില്ല. എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മച്ച് തയ്ച്ചേക്കണതും ഇഷ്ടപ്പെട്ടു, വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതിനുശേഷം പൊട്ടും തൊട്ട് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലൊന്ന് കടുപ്പിച്ച് അങ്ങോട്ട് എഴുതി കൊടുത്തു. അതേപോലെ ഐലൈനറും കുറച്ചും കൂടി കട്ടിക്ക് അങ്ങോട്ട് വേറൊരു ലുക്ക് പിടിച്ചു. ഹെയർ സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് എനിക്ക് അമർന്നതായിരുന്ന ഗിഫ്റ്റാണ്. ആക്ച്വലി ആളെ എനിക്ക് ഇൻസ്റ്റ വഴി പരിചയം കിട്ടിയ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ പോലെ ഉണ്ട്. കാരണം അത്രയ്ക്ക് കാര്യം ഞങ്ങൾ. അപ്പോൾ അടുത്ത ലുക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ പൊട്ടൊക്കെ മാറ്റി ഒന്ന് പോണിറ്റെയിലാക്കി. പിന്നെ നമ്മുടെ സെറ്റിംഗ് സ്പ്രേ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. എത്ര നേരം നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളാണ്. ആക്ച്വലി എനിക്കിത് അത് മാത്രമല്ല, ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഗ്ലോയും കൂടി എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. സോ ഇതാണ് എൻ്റെ ലുക്ക്. ഈ ഡ്രസ്സും തന്നതാരാന്ന് എനിക്കറിയില്ല കേട്ടോ. അയച്ചു തന്നതിൽ നിഞ്ചു ചേച്ചിയാണെങ്കിൽ ആര് പറഞ്ഞിട്ട് ഇത് ഗിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഈ ലുക്കും ഈ ഡ്രസ്സും എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഈ സാരി എനിക്ക് ഗ്രീഷ്മ അയച്ചു എന്തായിട്ട് ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ സമയം കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് വേറെ ബ്ലൗസ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പല പല ലുക്ക് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കയ്യിലുണ്ടായിരുന്നുകൊണ്ടാണ്. ഞാൻ പറയുന്നത് വളരെ റീസണബിൾ പ്രൈസാണ്, പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന പ്രൊഡക്റ്റാണ്. സോ വേണ്ടവർ വേഗം തന്നെ വാങ്ങുക. ഞാനിവിടെ ടാഗ് ചെയ്തിട്ടേക്കാം. നമ്മുടെ പർപ്പിളിലും ഇത് അവൈലബിൾ ആണ്.